Assalamualaikum. Hi my dear butterflies. How are you all? It's me, your Farida ma'am, your English teacher. So welcome back to my English class. എങ്ങനെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? കോവിഡ് പോകുന്നില്ല അല്ലേ? എണ്ണം കൂടി വരുന്നു, കുറഞ്ഞു വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? പക്ഷെ എന്നാലും ഇപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങിയാൽ മതി. ഇപ്പം കുറേ അങ്ങ് നാൾ കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാർക്കൊക്കെ വിചാരമുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല കോവിഡ്, പിന്നെ അത് അതിൻ്റെ വഴിക്കൊക്കെ പോകും, നമുക്ക് ഇറങ്ങിയൊക്കെ നടക്കാം. ഇറ്റ്സ് നോട്ട് ഗുഡ്. ഓക്കെ, ബെറ്റർ യു സ്റ്റേ സേഫ് അറ്റ് ഹോം. അപ്പം വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. ക്ലാസ്സിലൊക്കെ ശ്രദ്ധിക്കുക, പഠിക്കുക. ഓൺലൈൻ ക്ലാസ് കുറച്ച് നാളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾക്ക് ബോറടിക്കുന്നു, അതുകൊണ്ട് ഇനി കേൾക്കുന്നില്ല, കാണുന്നില്ല എന്നൊക്കെ പാരൻസ് ഭയങ്കരമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും ആവശ്യമില്ല. നിങ്ങളെല്ലാവരും പഠിക്കുക. എക്സാം ഈസ് നിയർ ബൈ. അപ്പോൾ ഡിസംബറിൽ നമുക്ക് എക്സ്പെക്ട് എക്സാമിനേഷൻ. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് സ്റ്റഡീസ്. ഓക്കെ, എനിവേ കം ടു ദ പോയിന്റ്. ടുഡേ ഓൾസോ വി ക്യാൻ സ്റ്റാർട്ട് ദ ക്ലാസ് വിത്ത് ദുആ ഫോർ നോളേജ്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വതമ്മിം ബിൽ ഖൈർ وبك نستعين يا فتاح رب زدني علما رب زدني علما رب زدني علما. Okay, and now today we can have grammar junction. നമ്മൾ ഇന്ന് ഗ്രാമർ ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. പുതിയൊരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ന്യൂ റൂൾസ്, ന്യൂ റെഗുലേഷൻസ്. Okay, are you ready? Okay, so all of you please take textbook, open page number 80, grammar junction. അപ്പോൾ ഗ്രാമർ ജംഗ്ഷനിൽ നിന്ന് എന്തെന്നാന്ന് നോക്കാം. Look at this sentence from the story. If you are not careful, the birds will never be your friends. The sentence has two parts. First, if you are not careful. Second, the birds will never be your friends. ഒന്ന് മനസ്സിലായില്ലല്ലേ? Turn the page. അടുത്ത പേജ് എടുത്തോ, പേജ് നമ്പർ 81. The first part of the sentence is a clause that begins with if. The clauses that begin with if and state a condition are called if clauses. The other clause is the main clause. It states the possible outcome of the condition mentioned in the if clause. The if clause is in the simple present tense and the main clause is in the simple future tense. If we place the if clause at the beginning of a sentence, we add a comma after it. Okay, അപ്പോൾ എന്തൊക്കെ സെൻറ്റൻസ് മിസ് വായിച്ചു എന്നല്ലാണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല അല്ലേ? ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇഫ് എന്നൊരു വാക്കിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, if you always you are hearing അല്ലേ? ഇഫ് വെച്ചിട്ട് ഇങ്ങനെ എപ്പോഴും കേൾക്കുന്നുണ്ട്, ഓരോന്നൊക്കെ ടീച്ചേഴ്സൊക്കെ പറയുന്നതും എടുക്കുന്നതും എല്ലാമൊക്കെ ഇങ്ങനെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇഫ് വെച്ചിട്ട്, അപ്പോൾ ഇഫ് എന്നുള്ള ആ ഒരു വാക്ക് വെച്ചിട്ടുള്ള സംഗതിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അവരൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. എന്തെന്നാ? അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ലെസണിൽ നിന്ന് തന്നെ തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. വാട്ട് ഈസ് ഇറ്റ്? ഇഫ് യു ആർ നോട്ട് കെയർഫുൾ. അത് ഒരാൾ പറഞ്ഞ കാര്യമായതുകൊണ്ടാണ് നമ്മളത് കോമയിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇൻവേർട്ടഡ് കോമയിൽ. ഇഫ് യു ആർ നോട്ട് careful. If you are not careful, the birds will never be your friends. Okay, ഇനി അവർ പറയുന്നത്, അപ്പോൾ ഈ ഒരു സെൻറ്റൻസിലൂടെ മിസ് എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് ഐ വോണ്ട് ടു ടീച്ച് യു ടുഡേ, എന്താണ് എനിക്കിന്ന് നിങ്ങളെ പഠിപ്പിക്കേണ്ടതെന്ന്. ഇഫ് യു ആർ നോട്ട് കെയർഫുൾ, ദ ബേർഡ്സ് വിൽ നെവർ ബി യുവർ ഫ്രണ്ട്സ്. രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് എന്താണ്? ഇഫ് യു ആർ നോട്ട് കെയർഫുൾ, അത് ഫസ്റ്റ് പാർട്ടാണ് അല്ലേ? സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് എന്തിനെ എടുത്ത് എഴുതാം? ഇവിടെ മുതൽ ഇവിടം വരെ അല്ലേ? ഇഫ് യു ആർ നോട്ട് കെയർഫുൾ, നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഇഫ് യു ആർ നോട്ട് കെയർഫുൾ, അവിടം വരെ പറഞ്ഞിട്ടൊരു കോമ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു ഫസ്റ്റ് പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു, അതിനെടുത്ത് വെച്ചു. ഇനി ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ളതിന് എന്താണ്? സെക്കൻഡ് പാർട്ടാക്കാം. ഓക്കെ, സെക്കൻഡ് പാർട്ടാക്കുമ്പോഴത്തേനും ആ സെൻറ്റൻസ് എന്തെന്നാണ്? ദ ബേർഡ്സ് വിൽ നെവർ ബി യുവർ ഫ്രണ്ട്സ്. ബേർഡ്സ് പിന്നെ ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആകില്ല. ആയില്ല എന്നല്ല, ആകില്ല. ദ ബേർഡ്സ് വിൽ നെവർ ബി യുവർ ഫ്രണ്ട്സ്. നല്ലോണം ശ്രദ്ധിച്ചോ. ഒരു സെൻറ്റൻസ് തന്നു, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇഫ് വന്നു, ബിഗിനിങ്ങിൽ ഇഫ് വന്നു, ഇടയ്ക്കൊരു കോമ വന്നു. അപ്പോൾ ആ കോമ വരെയുള്ള ഭാഗത്തെ നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ടും അതിന് ശേഷമുള്ള ഭാഗത്തെ സെക്കൻഡ് പാർട്ടായിട്ടും എടുക്കുകയാണ്. ഓക്കെ, ഇനി എന്തെന്നാ? The first part of the sentence is a clause that begins with if. ഇനി അവർ പറയുകയാണ്, ഈ ഇഫ് വെച്ച് തുടങ്ങിയ ഫസ്റ്റ് പാർട്ടില്ലേ, അതിനൊരു പേര് പറയും. വാട്ട് ഇസ് ഇറ്റ്? ക്ലോസ്.
What is it? Clause. Okay. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ക്ലോസ്. Then what? The clauses that begin with if and state a condition are called if clauses. ഇപ്പം ഈ ഫസ്റ്റ് പാർട്ടിന് ക്ലോസ് എന്ന് പറഞ്ഞു. ആ ക്ലോസ് ഏത് വെച്ചിട്ടാണ് ബിഗിൻ ചെയ്തിരിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ഇഫ്. ഓക്കെ, ദ ക്ലോസ് ഹാഡ് സ്റ്റാർട്ടഡ് വിത്ത് ഇഫ്. ഇഫ് വെച്ചിട്ട് ഒരു ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് ഓൾസോ ഇഫ് ദാറ്റ് സ്റ്റേറ്റ് എ കണ്ടീഷൻ, അതുപോലെ അതൊരു കണ്ടീഷനും കൂടി പറയുകയാണ്. ഒരു കണ്ടീഷൻ, നിങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ, അതെന്തോ ഒരു കണ്ടീഷനല്ലേ, നിങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ, നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ അവിടെ പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് പറയുന്നത് ഇഫ് ക്ലോസ്. എന്ത് പറയുക അതിനെ? ഇഫ് ക്ലോസസ് എന്ന് പറയല്ലേ. അപ്പോൾ ഈ ഇഫ് വെച്ചിട്ട് തുടങ്ങുന്ന ക്ലോസിന് പറയുന്ന പേരാണ്, മാത്രമല്ല അതൊരു കണ്ടീഷനും കൂടി പറയണം, അതിന് പറയുന്ന പേരാണ് ഇഫ് ക്ലോസസ്. ഓക്കെ, ഇതെന്തിനാ ഇപ്പോൾ ഇവിടെ പറയുന്നത്? പറയാം. അത് കഴിഞ്ഞിട്ടോ ദ അതർ ക്ലോസസ് മെയിൻ ക്ലോസ്. എന്നിട്ടോ പിന്നീടുള്ള ക്ലോസ് ഉണ്ടല്ലോ, പിന്നെ ഇവിടെ മുതൽ ഇവിടെ വരെ, അത് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞില്ലേ. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിനാണ് എന്തെന്ന് പറയുന്നത്? മെയിൻ ക്ലോസ് എന്ന് പറയുന്ന. ഇതിനെന്താ പറയുക? മെയിൻ ക്ലോസ്. ഓക്കെ, അപ്പോൾ ഒരു സെൻറ്റൻസ്, അതിന് രണ്ട് പാർട്ട്, അതിലൊരു പാർട്ട് ഇഫ് ക്ലോസ്, മറ്റേ പാർട്ട് മെയിൻ ക്ലോസ്. മനസ്സിലായോ? ഈ പാർട്ടിന് എന്താ പറയുന്നത്? ഇതിന് പറയുന്നു ഇഫ് ക്ലോസ് എന്നല്ലേ. ഇതിന് ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞു, ഇതിന് എന്ത് പറഞ്ഞു? മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സെൻറ്റൻസ് ടു പാർട്സ് ആൻഡ് ദ ഫസ്റ്റ് പാർട്ട് started begin with if, so that we can call it as if clauses, and the second part is the main clause. രണ്ടാമത്തെ പാർട്ടിനെ മെയിൻ ക്ലോസ് എന്ന് പറയണം. ഓക്കെ, സോ ടു ക്ലോസസ് ആർ there. ഫസ്റ്റ് വൺ ഇഫ് ക്ലോസസ് ആൻഡ് സെക്കൻഡ് വൺ മെയിൻ ക്ലോസ്. ഇനി എന്തെന്നാ? the other clause is a main clause if it states the possible outcome of the condition mentioned in the if clause. അപ്പോൾ പറഞ്ഞു ആദ്യത്തെ പാർട്ട് ഇഫ് ക്ലോസ് ആണ്. അത് എന്തെന്നാണ്? ഒരു കണ്ടീഷൻ സ്റ്റേറ്റ് ചെയ്യുന്നു, ഒരു കണ്ടീഷനെ കുറിച്ചിട്ട് പറയുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഒരു കണ്ടീഷനെ കുറിച്ചിട്ടാണ് ആദ്യത്തെ ഇഫ് ക്ലോസിൽ പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസ് ആണല്ലോ രണ്ടാമത് കിടക്കുന്നത്, നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് എടുത്തിരിക്കുന്നത് മെയിൻ ക്ലോസ് ആണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്? ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ സംഗതിയുടെ എന്ത് ഔട്ട്കം, റിസൾട്ട്, ആദ്യം പറഞ്ഞ സംഗതിയുടെ റിസൾട്ടിനെ കുറിച്ചിട്ടായിരിക്കും രണ്ടാമത്തതിൽ നമ്മൾ പറയുക അല്ലേ. എന്തെന്നാ? അതർ ക്ലോസ് ഇസ് എ മെയിൻ ക്ലോസ്, ഇറ്റ് സ്റ്റേറ്റ്സ് എ പോസിബിൾ ഔട്ട്കം ഓഫ് ദ കണ്ടീഷൻ മെൻഷൻഡ് ഇൻ ദ ഇഫ് ക്ലോസ്. ആദ്യത്തെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ്റെ സാധ്യമായേക്കാവുന്ന ഒരു റിസൾട്ടിനെ കുറിച്ചിട്ടായിരിക്കും രണ്ടാമത്തേൽ പറയുക. ഉദാഹരണം, ഇഫ് യു ആർ നോട്ട് കെയർഫുൾ, നിങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ ദ ബേർഡ്സ് വിൽ നെവർ ബി യുവർ ഫ്രണ്ട്സ്, ബേർഡ്സ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആകുകയില്ല. ഓക്കെ, ബേർഡ്സ് ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആകില്ല എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ എൽഡർ എലിഫൻ്റ് ഒക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇഫ് യു ആർ നോട്ട് കെയർഫുൾ, അതൊരു സ്റ്റേറ്റ് ആണ്. നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക എന്നാണ് രണ്ടാമത്തെ പാർട്ടി പറയുന്നത്. മനസ്സിലായോ? ഇഫ് ക്ലോസിൽ എന്ത് പറയും? നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഒരു കണ്ടീഷനെ കുറിച്ചിട്ട് പറയും. രണ്ടാമത്തെ ഇതിൽ എന്ത് പറയുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും പിന്നെ കിട്ടുക. നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തോറ്റുപോയേക്കാം എന്ന് നമ്മൾ പറയില്ലേ. നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ നിങ്ങൾ തോറ്റുപോയേക്കാം. അപ്പോൾ ആദ്യം എന്ത് പറയും? ഇഫ് ക്ലോസ്, രണ്ടാമത്തത് മെയിൻ ക്ലോസ്. ആദ്യം പറയുന്നത് ഒരു കണ്ടീഷൻ, രണ്ടാമത് പറയുന്നതോ ആ കണ്ടീഷനിൽ സാധ്യമായേക്കാവുന്ന പോസിബിലിറ്റി, എന്താണ് ചാൻസ്, അത് എന്തായേക്കാം, അതിൻ്റെ ഒരു റിസൾട്ടാണ് രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത്. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ദാറ്റ് ഇസ് ഇറ്റ്. ഇനി എന്തെന്നാ? വേറൊന്നുകൂടി ഉണ്ട്. ദ ഇഫ് ക്ലോസ് ഇസ് ഇൻ ദ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആൻഡ് ദ മെയിൻ ക്ലോസ് ഇസ് ഇൻ ദ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. വേറൊന്നുകൂടി നോക്കേണ്ടത്, വേറൊരു പ്രത്യേകത എന്തെന്നാ? ഫസ്റ്റ് പാർട്ട്, അതായത് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. ഇഫ് യു ആർ നോട്ട് കെയർഫുൾ, അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. പക്ഷേ വാട്ട് അബൌട്ട് ദ മെയിൻ ക്ലോസ്? ഇതിൽ ഫ്യൂച്ചർ ടെൻസ് വരും. കണ്ടോ, വില്ലൊക്കെ വന്നുണ്ടോ? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലായിരിക്കും നമ്മളെപ്പോഴും എന്ത് പറയുക? സെക്കൻഡ് പാർട്ട്, അതായത് മെയിൻ ക്ലോസ് പറയുക. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ ഇഫ് എന്നുള്ളത് ഇഫ് വെച്ചിട്ട് ബിഗിൻ ചെയ്യും. ആൻഡ് ഇൻ ദ സെക്കൻഡ് പാർട്ട്, ഇൻ ദ മെയിൻ ക്ലോസ്, വാട്ട് വി ക്യാൻ സീ ദ സെൻറ്റൻസ് ഇൻ ദ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്. പിന്നെയോ, ഇഫ് യു പ്ലേസ് ദ ഇഫ് ക്ലോസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സെൻറ്റൻസ് വി ആർ എ കോമ ആഫ്റ്റർ ഇറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ആദ്യത്തെ പാർട്ട് ക്ലോസ് ആണെന്ന് പറഞ്ഞല്ലോ, അതിന് ഇഫ് വെച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ അതിന് ഇഫ് ക്ലോസസ് എന്നും പറഞ്ഞു. അങ്ങനെ ഇഫ് വെച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ ആ ഒരു പാർട്ടിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കോമ ഇടും അല്ലേ, നമ്മുടെ കോമ ഇവിടെ ഇടും. അപ്പോൾ കോമ ഇടും എവിടെ? ഇഫ് വെച്ചിട്ടാണ് നമ്മൾ ആ സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ നമ്മളിവിടെ ഒരു കോമ ഇടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സോ ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ് വൺസ് അഗെയിൻ. വാട്ട്? ഇൻ എ സെൻറ്റൻസ്, ഇഫ് ദർ ആർ ടു പാർട്സ് ആൻഡ് the first part we can call it as a clause and the second part is main clause. First part, if that clause begins with if, then that will be
if clause, and the second part will be the main clause. Then in the first part, in that if clause, that will state the condition, that will state a condition, while the second part will be the what, outcoming result, alle result of the first condition. ആദ്യത്തെ കണ്ടീഷൻ്റെ റിസൾട്ട് ആയിരിക്കും രണ്ടാമത്തെ മെയിൻ ക്ലോസ്. Then what, the first part of the sentence or the if clause will be in simple present tense and the main clause will be in simple future tense. Then one more thing, what, if the word begin with if clause, okay, if the first part and if the first clause is begin with if, then we have to put a comma to separate it. These are the things that you need to take care of it, and these are the things that you have to keep in mind. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനിയോ examples, if it rains the roads will be muddy. Okay, if വന്നു, if it rains, കണ്ടോ റെയിൻസ് എന്ന് കണ്ടോ, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇഫ് വന്നു, ഇഫ് ആദ്യം വന്നതുകൊണ്ട് നമ്മളിവിടെ ഒരു കോമ ഇട്ടു, ഇഫ് ഇറ്റ് റെയിൻസ്. പിന്നെയോ the roads will be muddy, അല്ലേ? മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡൊക്കെ ചെളിയാകും എന്ന് പറയാണ്. അപ്പം എന്താ, മഴ പെയ്താൽ ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ ദ റോഡ്സ് വിൽ ബി മഡി. അപ്പോൾ ഇവിടെ വിൽ ബി വന്നില്ലേ, അപ്പോൾ എന്താണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ആയി. മനസ്സിലായോ? ദ നെക്സ്റ്റ് വൺ, ദ റോഡ്സ് വിൽ ബി മഡി, ദ റോഡ്സ് will be muddy if it rains, will be muddy if it rains. ഇത് പറയുകയാണ് കേട്ടോ, ഇത് സെക്കൻഡ് എക്സാമ്പിൾ അല്ല, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് എക്സാമ്പിൾ കാണിച്ചു തരികയാണ് നമുക്കിവിടെ. ഇഫ് ഇറ്റ് റെയിൻസ് ദ റോഡ്സ് വിൽ ബി മഡി. എന്താണ്, മഴ പെയ്യുകയാണെങ്കിൽ റോഡ്സിൽ ചെളിയാകും. എന്താണ്, ദ റോഡ്സ് വിൽ ബി മഡി ഇഫ് ഇറ്റ് റെയിൻസ്. റോഡ്സ് ചെളിയാകും മഴ പെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇവിടെയോ, ഇവിടെ നമുക്ക് ഈ സെൻറ്റൻസ് ഇഫ് ഇറ്റ് റെയിൻസ് എന്നുള്ള ആദ്യം വന്നപ്പോൾ എന്തായി, ഇഫ് ക്ലോസ് ആയി. ഇഫ് ആദ്യം വന്നു, അപ്പോൾ നമ്മളിവിടെ ഒരു കോമ ഇട്ടു. പക്ഷേ ഇവിടെ നമ്മൾ കോമ ഇട്ടില്ല. എന്തേ, ഇഫൊക്കെ ആദ്യമാണോ വന്നേക്കുന്നത്? അല്ല. Now complete these sentences based on the story. Okay, complete these sentences based on the story. First question, if you break branches with flowers. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ലെസണിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇഫ് യു ബ്രേക്ക് ബ്രാഞ്ചസ് വിത്ത് ഫ്ലവേഴ്സ്, എന്താണ്, ദ ബീസ് ആൻഡ് ബട്ടർഫ്ലൈസ് വിൽ ഡൈ വിത്തൗട്ട് നെക്ടാർ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് എഴുതുക. ഫസ്റ്റ് ഇഫ് എല്ലായിടത്തും ഇഫ് ഉണ്ട്. ഇഫ് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ആ എൽഡർ എലിഫൻറ്റ് പറയുന്ന ഉപദേശങ്ങളായിട്ട് ആ ലെസണിൽ കൊടുത്തിട്ടുണ്ട്. സോ ദേ ഹാവ് എക്സ്ട്രാക്റ്റഡ് സം സെൻറ്റൻസസ് ആൻഡ് നൗ ദേ ഹാവ് ആസ്ക്ഡ് ടു കംപ്ലീറ്റ് ദാറ്റ് സെൻറ്റൻസ്. അപ്പോൾ അവരെല്ലാവരും ഫസ്റ്റ് ക്ലോസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്ലോസ്, അതായത് മറ്റേ ഇഫ് ക്ലോസ് തന്നിട്ടുണ്ട്. നൗ യു നീഡ് ടു റൈറ്റ് ദ മെയിൻ ക്ലോസ്. നിങ്ങൾക്ക് അതിൻ്റെ മെയിൻ ക്ലോസ് എഴുതണം. റിമെമ്പർ, മെയിൻ ക്ലോസ് വിൽ ബി ഇൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലായിരിക്കും നിങ്ങൾ എഴുതേണ്ടത്. സോ ദാറ്റ് വിൽ ബി യുവർ അസൈൻമെൻറ്റ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഇഫ് ക്ലോസസ്. രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ, പേജ് നമ്പർ 81 ആണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ എന്താണ്, രണ്ടാമത്തെ എക്സസൈസിൽ എന്താ പറയുന്നത്, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഇഫ് ക്ലോസസ്. അവിടെ അവർ മെയിൻ ക്ലോസ് തന്നു, ഇഫ് ക്ലോസ് നിങ്ങൾ എഴുതണം. അതായത് ആദ്യത്തെ ആക്ടിവിറ്റിയിൽ അവർ ഇത് തന്നു, ഓക്കെ, ഇഫ് ക്ലോസ് തന്നു. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ് വൺ. അതായത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ള ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണമായിരുന്നു. സെക്കൻഡ് എക്സസൈസിൽ അവർ ഇത് തന്നിട്ടില്ല, ഓക്കെ, ഇത് തന്നില്ല, ഇതാണ് അവർ തന്നത്. നൗ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ് വൺ. അവർ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ തന്ന സംഗതിയുടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഇഫ് ക്ലോസ് നിങ്ങളായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതുക. സോ ബോത്ത് ദ ആക്ടിവിറ്റി വിൽ ബി യുവർ അസൈൻമെൻറ്റ്. ട്രൈ ഇറ്റ്, ടെൻഷൻ ആവണ്ട, ട്രൈ ചെയ്തു, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഐ വിൽ സെൻഡ് ദ ആൻസേഴ്സ്. Then what, writing junction, listen to the rules that must be followed at different places in school, identify each of the places and write down any one rule that must be followed at each places. പ്ലേസും റൂളും ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? റൈറ്റിംഗ് ജംഗ്ഷനിൽ പ്ലേസും റൂളും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 82 എടുത്തോളൂ, അത് നമുക്കങ്ങ് ഫില്ല് ചെയ്തേക്കാം. ഓക്കെ,
അപ്പോൾ നമ്മൾ കൂടുതൽ ഈ റൂൾസിനെ കുറിച്ചൊക്കെ പറയുമ്പോഴാണല്ലോ നമ്മൾ ഈ ഇഫ് ഒക്കെ ചേർത്തിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഇങ്ങനെ ഒരു എക്സസൈസ് കൂടി തന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് എഴുതിക്കോളൂ എല്ലാവരും, ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിക്കോ. ഫസ്റ്റ് വൺ പ്ലേസ് ഏതാ കൊടുത്തേക്കുന്നത്? ഒന്നും കൊടുത്തിട്ടില്ല. വി നീഡ് ടു ഫൈൻഡ് ഔട്ട്. പ്ലേസ് എന്തെന്നാ? കമ്പ്യൂട്ടർ ലാബ് കൊടുക്കുക അല്ലേ? ആ, പ്ലേസ് കമ്പ്യൂട്ടർ ലാബ്. കമ്പ്യൂട്ടർ ലാബിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്? അവിടെ റൂൾ ഇവിടെ റൂളല്ലേ കൊടുക്കണ്ടേ? എന്തെന്നാണ് കമ്പ്യൂട്ടർ ലാബിൽ? ആ, എല്ലാവരും പറയല്ലേ, ആ ചെരുപ്പൊക്കെ വെളിയിലിട്ടിട്ട് കയറിയാൽ മതി. റിമൂവ് യുവർ ഫുട് വെയർ. Then what? Second one, library. ലൈബ്രറിയിലോ? ലൈബ്രറിയിൽ എന്തെന്നാണ് റൂള്? Put the books back. Put the books back on their original shelves. അല്ലേ? ബുക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കറക്റ്റ് ആ ഷെൽഫ്സിൽ തന്നെ വെക്കണം. അടുത്ത എക്സാമിനേഷൻ ഹാൾ. ഇവിടെയൊക്കെയാണല്ലോ റൂൾസ് അപ്ലൈ ചെയ്യുക. അവിടെ എങ്ങനെയാണ്? സിറ്റ് ഇൻ ദ പ്ലേസ് ദാറ്റ് ഈസ് അലോട്ടഡ് ടു യു. ആ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്ലേസിൽ മാത്രം ഇരുന്നാൽ മതി കേട്ടോ. ദാറ്റ് ഈസ് അലോട്ടഡ് ടു യു. അടുത്ത പ്ലേസ് ഏതാണ്? ഫോർത്ത്, മ്യൂസിക് റൂം. അവിടെയോ? ഹാൻഡിൽ ദ ഇൻസ്ട്രുമെന്റ്സ് കെയർഫുള്ളി. ചുമ്മാ നിങ്ങൾക്ക് തോന്നിയ കണക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഹാൻഡിൽ ദ ഇൻസ്ട്രുമെന്റ്സ് കെയർഫുള്ളി. പിന്നെയോ? ക്യാൻറ്റീൻ അല്ലേ? ഒന്നുകിൽ ക്യാൻറ്റീൻ അല്ലെങ്കിലോ മെസ് എന്ന് പറയും. അവിടെ എങ്ങനെയാണ്? വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്. Okay, mashallah, and thus we have finished the lesson. So the answers of the assignment I will send it in the WhatsApp. So we have finished the 7th lesson also, inshallah. So today I have taught you regarding if clause and main clause. Inshallah, I hope you understood this video and watch this video again and again so that you will be able to understand the things very well, inshallah, and learn all these topics for the exam. Now one more lesson we need to finish, inshallah. That also we can have the lecture through WhatsApp voice clips. Then inshallah I will start the grammar portion through what? Videos, inshallah. Till then you take care. Assalamu alaikum.